ഹായ്, +1 റിസൾട്ട് വന്ന് നാം +2 കടക്കുകയാണ്. പ്രതീക്ഷിച്ച മാർക്കൊക്കെ വന്ന് ഭയങ്കര സെലിബ്രേഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളോട് പറയാനുള്ളതെല്ലാം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആ മൂഡിലുള്ളവരെ കാണാൻ വേണ്ടി അല്ല വന്നത്. അല്പം മാർക്കൊക്കെ കുറഞ്ഞു പോയി, ചില സബ്ജക്റ്റൊക്കെ മോശമായി, മാനസികാവസ്ഥയൊക്കെ അല്പം കുഴപ്പത്തിലൊക്കെ ആയ ആളുകളുണ്ടാവും. ഒരിക്കലും ഇതാണ് നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള മാർക്കെന്നോ ഇതാണ് ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ പോക്കിൻ്റെ സ്വഭാവമെന്നോ വിചാരിച്ചിരിക്കരുത് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ വന്നത്. ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് +1 ഭംഗിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെല്ലാം മറികടന്ന് കുറച്ചുകൂടെ ഗംഭീരമായി +2 കാലത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റാവുന്ന രൂപത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ കണ്ടീഷനെ സെറ്റ് ചെയ്യാനാണ് ഈ സമയം വിനിയോഗിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് പേർ നിങ്ങൾക്ക് മുമ്പേ, ഇപ്പം അഭിഷേക് റൂബൻ്റെ ഒക്കെ കഥ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. +1 17 മാർക്ക് ഫിസിക്സിന് വാങ്ങി തോറ്റതാണ് അഭിഷേക് റൂബൻ. +1 തോറ്റ അഭിഷേക് റൂബൻ തോറ്റവനായിട്ടാണ് സൈലത്തിലേക്ക് കയറി വന്നത്. പക്ഷേ സൈലത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അഭിഷേക് റൂബൻ്റെ നീറ്റ് റാങ്ക് 21 അവൻ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് 3 മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ ജിപ്മറിൽ MBBS പഠിക്കുന്നുണ്ട്. +1 തോറ്റവരോടും തോറ്റു എന്ന തോന്നലിലേക്ക് മാർക്ക് കുറഞ്ഞെത്തിയവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു അഭിഷേക് റൂബനോ അതുപോലുള്ള ഒരുപാടേറെ മാതൃകകളോ ഉണ്ട്. സോ ഈ 21 റാങ്കും IITകളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളും ഒക്കെ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ബുദ്ധിയിൽ തീരുമാനമെടുത്ത് കുറച്ചുകൂടെ പ്രാക്ടിക്കലി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സൈലത്തിനൊപ്പം നമുക്ക് +2 അതിഗംഭീരമായി പഠിച്ച് ഉഷാറായി മുന്നോട്ട് പോവാം. നിങ്ങളുടെ +1 എല്ലാ കുഴപ്പങ്ങളെയും നിങ്ങൾ ഓവർകം ചെയ്യും. നിങ്ങൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യും വരെയും നിങ്ങൾക്കൊപ്പം സൈലം ഉണ്ടാവും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. ഇന്ന് നിങ്ങളെ കളിയാക്കുന്നവരോടോ ഇന്ന് നിങ്ങളെ അല്പം പരിഹാസത്തോടെ നോക്കുന്നവരോടോ ഒന്നും ഇന്ന് മറുപടി പറയണം എന്നില്ല. മറുപടി പറയാവുന്ന ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ വളരും. ആ ദിവസത്തിലേക്ക് നിങ്ങളെ വളർത്തുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സൈലം തുടങ്ങിയതുപോലും അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ, അങ്ങനെ മാർക്കൊക്കെ കുറഞ്ഞു പോയവരെയൊക്കെ റിസൾട്ടിലേക്ക് എത്തിക്കുക, അവർ കണ്ട ഡ്രീമിലേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ള അപാരമായ ആഗ്രഹത്തോടു കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നത്, നിങ്ങളെ കാണുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നതുകൊണ്ടാണ് ഞാൻ വന്നത്. സങ്കടപ്പെടേണ്ട. നിങ്ങൾക്കൊപ്പം ഞാനും ഞങ്ങളെല്ലാവരും ഉണ്ട്. സൈലം ഉണ്ട്. നിങ്ങളുടെ ഭാവി ഗംഭീരമാണ്. അതുകൊണ്ട് പോസിറ്റീവായിരിക്കണം. ആൾ ദി ബെസ്റ്റ്.